മതി. മോന്ത കണ്ടില്ലേ കൂശുമ്പ് പിടിച്ചവള്. ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. എന്തേത് എപ്പോ നോക്കിയാലും വഴുതനങ്ങ കറി തന്നെ ഉണ്ടാക്കുന്നേ? നാളെ വേണമെങ്കിൽ ഞാൻ പച്ചക്കായ വെച്ച് കറി ഉണ്ടാക്കി തരാം. പച്ചക്കട കറിയൊന്നും വേണ്ട, നല്ല രുചിയുള്ള പടവലങ്ങ കറി നാളെ ഉണ്ടാക്കി തന്നാ മതി. അപ്പോ സാറേ നിങ്ങൾക്കോ? എനിക്കെപ്പോഴും മുരിങ്ങക്കയുടെ ഐറ്റം മതി, അത് മാത്രം മതി. സാറേ മുരിങ്ങക്ക മരത്തില് പ്രേതം ഉണ്ടാവുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുരിങ്ങക്ക കഴിച്ചാലുണ്ടല്ലോ ഏത് പ്രേതമാണെങ്കിലും ഓടി രക്ഷപ്പെട്ടു. ഒന്നും മിണ്ടാതിരിക്കെ, തന്റെ വർത്തമാനം കേട്ട പ്രേതം വന്ന് കഴിച്ചിട്ട് പോകുന്ന പോലെ. അതിന് വിശന്ന കഴിച്ചിട്ട് പോട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാ, ഇങ്ങ് വന്നേ, എന്റെ അടുത്തേക്ക് വന്നേ, വാ. എന്തേ രവി, വല്ല ഉത്സാഹത്തിലാണല്ലോ? ഇങ്ങോട്ടൊന്ന് നോക്കിയേ, നന്നായിട്ട് നോക്ക്. എങ്ങനെയുണ്ട്? എന്തുവാ ഇത്? ഡോക്ടറിന്റെ അഡ്വൈസ് ഇല്ലാതെ നമ്മൾ ഇതൊന്നും കഴിക്കാനേ പാടില്ല. അതല്ലേ ഡെയിലി ചെയ്തോണ്ടിരിക്കുന്നത്, ഇതൊരു ഒറ്റ ദിവസത്തേക്കല്ലേ ഉള്ളൂ. എനിക്കിപ്പോ അങ്ങനത്തെ ഒരു മൂടാ. നോ നോ പ്ലീസ്. നോ എന്ന് വെച്ചാ നോ തന്നെ. എന്റെ ചക്കരക്കൊട്ടനല്ലേ, പ്ലീസ് ഇന്നൊരു ഒറ്റ ദിവസത്തേക്ക് മതി. ഓക്കേ, ഇന്ന് മാത്രമേ സമ്മതിക്കൂ. താങ്ക് യു. വെയിറ്റ്, ഈ കോസ്റ്റ്യൂം ഒന്നും ശരിയാവില്ല. പിന്നെ നല്ല ഭംഗിയായിട്ട് സാരിയൊക്കെ ഉടുത്തോണ്ട് വരുവാണെങ്കിൽ നിന്നെ കാണാൻ അടിപൊളിയായിരിക്കും. ഓക്കേ. സ്വപ്നത്തിൽ വരുന്ന ഈ സുന്ദരിക്കുട്ടിയെ നിനക്ക് വേണ്ടേ? രവി, രവി, എന്തു പറ്റി? രവി, രവി, ഇനി എങ്ങാനും ആ ഗുളിക കഴിച്ചത് കൊണ്ട് വല്ല സൈഡ് എഫക്ട്സോ ആയോ? നോക്കിക്കളയാം. ഈ ടാബ്ലറ്റ് അല്ലേ യൂസ് ചെയ്യണ്ടേ? പക്ഷെ ഇത് അങ്ങനെ തന്നെ ഉണ്ടല്ലോ. അച്ചോ, സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സാ ഞാൻ കൊടുത്തത്. എല്ലാം വേസ്റ്റായി. രവി, ഉറങ്ങാണല്ലോ. അതെങ്ങനെയാപ്പോ? സ്വപ്ന, നീ എവിടെയാ? സമയായല്ലോ. അവൾ എവിടെ പോയതാ? മോഹം കണ്ടില്ലേ, സ്വപ്നെ പോലെ തന്നെ ഉണ്ട്. സ്വപ്ന, ഐ ലവ് യു. സ്വപ്ന, ഐ ലവ് യു. ഒന്നൂടെ, ഇപ്പൊ നോക്കിക്കോ. സ്വപ്ന, ഐ ലവ് യു. സ്വപ്ന, ഐ ലവ് യു. സ്വപ്ന സുന്ദരി, നീ പാര കൂടെയാ? എന്താ? സ്വപ്ന സുന്ദരി, നീ പാര കൂടെയാണെന്ന്. രവി, രവി, എന്താ പറ്റിയേ? എന്തിനെങ്ങനെ വെള്ളം വെക്കുന്നേ? എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞേ? സ്വപ്ന സുന്ദരി, നീ പാര കൂടെയാണ്. ഇതെന്താ പറയുന്നേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. സ്വപ്ന സുന്ദരി, നീ പാര കൂടെയാണ്. സ്വപ്ന സുന്ദരി, നീ പാര കൂടെയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ സ്വപ്ന ഐ ലവ് യു എന്നാ പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞേ. പറയാം. സ്വപ്ന ഐ ലവ് യു. സ്വപ്ന ഐ ലവ് യു. Come on, darling. എന്തിനാ ബെഡ്റൂമിലെ ക്യാമറ? ഇവിടെ ഏത് കടന വരാൻ പോകുന്നേ? ഓഫ് ചെയ്യാൻ പറഞ്ഞില്ലേ? എന്തിനാ? ഓക്കേ. ഓഫ് ചെയ്.
ഗുഡ് മോർണിംഗ് സ്വീറ്റ് ഹായ് ഗുഡ് മോർണിംഗ്. ഇതാ കഴിക്കൂ. യാ താങ്ക് യു. അല്ല എന്താ നോക്കുന്നേ? നത്തിങ് ഡിയർ, ജസ്റ്റ് വാച്ചിങ്. ഇന്നലെ ഞാൻ ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞതല്ലേ, പിന്നെ ഇതെങ്ങനെ റെക്കോർഡായി? അത് പിന്നെ എന്റെ കൈ തട്ടി ഓണായതായിരിക്കാം. സ്റ്റുപ്പിഡ് ഫെല്ലോ. ഹല്ലേലൂയ, എനിക്ക് അറിയാലോ. ഏയ് സ്റ്റോപ്പ് ചെയ്യേ, സ്റ്റോപ്പ് ചെയ്യാൻ. ചെയ്യാം. എന്താ റിവൈൻഡ് ചെയ്യേ. എന്തിനാ? ചെയ്യാനല്ലേ പറഞ്ഞേ. അത് കണ്ടോ? ശരിക്കും നോക്ക്. എന്ത്? അത് നോക്കാനാ പറഞ്ഞേ. എന്താ? ഡോർ തന്നെ ഓപ്പൺ ആവുന്നു. അതെന്താ അങ്ങനെ? അവിടെ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. നീ വെറുതെ പേടിക്കുക. വിട്ടുതരം പറയാതിരിക്കുക. ഇത് സെൻട്രലൈസ് AC ചെയ്ത വീടല്ലേ? ജനലി വാതിലൊക്കെ അടഞ്ഞു കിടക്കുക. പിന്നെ എങ്ങനെ അകത്തോട്ട് കാറ്റ് വരിക? സംതിങ് ഈസ് ഹാപ്പനിങ് ഹിയർ. അച്ചോ, എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ഇവിടെ? പിണ്ണാക്കൂല്ല ഇവിടെ. നീ എന്തിനാ വെറുതെ ഇങ്ങനെ പേടിക്കുന്നേ? മനുഷ്യന് വെറുതെ ഭ്രാന്താവുക. അന്നൊരു ദിവസം ഞാൻ രാത്രി കുളിക്കാൻ പോയപ്പോ ബ്ലൗസിന്റെ ചരട് താനെ അഴിഞ്ഞു. നിങ്ങളാണെന്ന് വിചാരിച്ചു നോക്കിയപ്പോ നിങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നേ? നീ ഡയറ്റ് എന്ന് പറഞ്ഞു ഒന്നും കഴിക്കാതെ വെളിഞ്ഞു പോയി ഡ്രസ് ലൂസ് ആയതായിരിക്കും. ആദ്യം പോയി കണ്ണാടി നോക്ക്. എന്നെയാണോ? പ്ലീസ് ഡിയർ, എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഇവിടെ. ലീവ് മീ അലോൺ പ്ലീസ്. ഓക്കേ? ഈ പെണ്ണിനെ കൊണ്ട് മിസ്സായി. ഒരു ഒറ്റ തവണ കൂടെ. അതും പോയി. ഇനി ഓ അതും പോയി. ദിവസം കളിക്കുന്ന ആളല്ലേ, ഒരു ദിവസമെങ്കിലും പോയിന്റിൽ ഇട്ടിട്ടുണ്ടോ? നിന്നെ കൊണ്ട് ഇങ്ങനത്തെ കളികളൊന്നും കളിക്കാനാവില്ല. ഈ ചെറിയ കുട്ടികൾ പമ്പരം കളിക്കില്ലേ, അതിനേ പറ്റൂ. കിടന്ന് ഉറങ്ങാൻ നോക്ക്. അങ്ങനെ ഇവിടെ എന്നെ ചെറിയ കുട്ടിയുടെ റേഞ്ചിലേക്ക് എത്തിച്ചു. ഉറങ്ങാനാ പറഞ്ഞേ. ഒരു ദിവസം ഒരു ദിവസം ഞാനും റാക്കറ്റ് കാണിക്കാടി. ഡാർലിംഗ്, എന്താ പറ്റിയത്? ദാ വരുന്നു. എന്താ എന്താ കാര്യം? ഞാനിവിടെ ഗ്ലാസ് വെച്ചിരുന്നു, ഇപ്പോ അത് താഴെ വീണ് പൊട്ടിയിരിക്കുന്നു. കപ്പോ? ഒരു കപ്പല്ലേ പൊട്ടിയുള്ളൂ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? അതല്ല രവി, ഞാൻ ഇവിടെ വെച്ച ഗ്ലാസ് ആയിരുന്നു, അതെങ്ങനെ താഴെ വീണത്? ഇവിടെ വെച്ച കപ്പ് എങ്ങനെ അവിടെ പോയി വീഴുന്നേ? നീ ഈ സൈഡിൽ ഇങ്ങനെ വെച്ച് കാണോ, അതല്ലേ താഴെ പോയത്? അല്ല രവി, ഞാൻ ഇവിടെ തന്നെയാ വെച്ചത്. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ. നീ ഒന്ന് സമാധാനിക്ക്. എന്തിനാ ഇങ്ങനെ വെള്ളം വെക്കുന്നേ? വെറുതെ ആവശ്യമില്ലാതെ. കറണ്ട് പോയതല്ലേ. ഇതാ നോക്ക്, വന്നു. ഇതൊന്നും ഒന്നുമല്ല. വാതിൽ താനെ അടയുമ്പോ അത് കാറ്റാന്ന് പറയുന്നു. ഗ്ലാസ് പൊട്ടിയപ്പോ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞു. സ്വയം തലയ്ക്ക് നല്ല അടിയേക്കുമ്പോ എല്ലാ അനുഭവവും മനസ്സിലാവും.
Yeah. Are you ready for this? Yeah, yeah. ശബ്ദം കേട്ടോ? ഇല്ലല്ലോ. ഇപ്പോഴോ? നീ എന്ന് ചുമ്മാ ഇരിക്കെ, കോമരി വല്ല പാത്രം കഴുകുമായിരിക്കും. പാത്രത്തിന്റെ സൗണ്ട് ഇങ്ങനെയാണോ വരുന്നേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ. സ്വപ്ന, നീ ഇവിടെ നിൽക്ക, ഞാൻ പറയുന്നത് കേക്ക്. ഇത് ഞങ്ങളുടെ തറവാട്ട് മുതലാ, അങ്ങനെ വിൽക്കാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞത് അനുസരിക്കില്ലയോ? നിർത്ത്. ഈ വീട് വിൽക്കുന്ന കാര്യം നീ എന്ത് വേണേലും പറഞ്ഞു, ഞാൻ കേൾക്കാം. അയ്യോ, ശരിക്കും മരമണ്ടനാ നിങ്ങള്. ഈ പ്രേതമുള്ള ഇവിടെ വിൽക്കാന്നാ പറയുന്നേ. നീ ആ മന്ദബുദ്ധി. നീ തന്നെ ഇവിടെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞു വരുത്തിയ പിന്നെ ആരത് വാങ്ങാൻ വരിക? സ്വപ്ന, പറഞ്ഞാലും ഞാൻ മനസ്സിലാവില്ല. പറയുന്നൊന്ന് കേക്ക്, പറയുന്നത് കേക്ക്. നീ എന്തിനാ സ്വപ്ന ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഈ പ്രേതമുള്ള വീട് ഞാൻ സെയിൽ ചെയ്ത് തനിക്ക് കാണിച്ചു തരാൻ. ഞാൻ നോക്കിക്കോ. ചാലഞ്ച്. സ്വപ്ന, വീട് കാണിക്കാൻ കൊണ്ടുവന്നേക്കുക ഈ കുഞ്ഞു കൊച്ചിനെ കൊണ്ട്. ഒരു പേട്ട് ചെറുക്കനെ കൊണ്ടുവന്നിട്ട് എന്തൊരു ജാടയാ. ജയ് അമ്പു, എന്റെ പേര് ശംഭു. എന്റെ അടുത്ത് വേണ്ട വെളച്ചിലൊക്കെ. എന്റെ മന്ത്രം കേട്ട നീയൊക്കെ മണ്ണാണ്. ഒന്ന് തിരിഞ്ഞു നിൽക്കൂ. നിക്കടാ, നീ എന്താ പറഞ്ഞേ? ആ, മേടിച്ചോണ്ട് പോടാ. ചെല്ല് ചെല്ല്. എന്നെ ഒന്ന് കേള്, ഞാൻ പോയേക്കാം.